ഹലോ, നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു അടിപൊളി സ്ഥലത്താണ്. കൂരിമല എന്ന് പറയും. അപ്പം എൻട്രൻസ് ഉണ്ട്, 10 രൂപയാണ് എൻട്രൻസ് ഫീസ്. അപ്പോൾ ആ പൈസ എടുത്ത് നമുക്ക് നേരെ വരാം. ഇത് എറണാകുളം ജില്ലയിലുള്ള ഒരു മലയാട്ടത്. അധികം ഇങ്ങനെ ആൾക്കാർക്ക് അറിയാൻ മേല. നമുക്ക് എന്തായാലും പോയി നോക്കാം. അടിപൊളി സ്ഥലമാണെന്ന് തോന്നണം. ഏകദേശം ഒരു പകുതി ദൂരം നമ്മൾ നടന്ന് ഞാൻ പോകുന്ന സമയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4 മണിക്ക് ശേഷമായിരുന്നു. അപ്പം ഏകദേശം നല്ലൊരു വ്യൂ ഉണ്ട് ഇവിടെ, നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇവിടെ കൂടുതലും ആൾക്കാർ ഫാമിലി ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സായിട്ടോ നമുക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ്. നല്ലൊരു വ്യൂ ആട്ടോ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണാമല്ലോ. വീഡിയോയിൽ ഇപ്പോൾ എങ്ങനെ കിട്ടണമെന്ന് അറിയാമല്ലോ, പക്ഷെ നമ്മൾ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ടെങ്കിൽ അടിപൊളി വ്യൂ ആണിത്. നമുക്ക് അതിന് മുന്നോട്ട് പോയി നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത്. ഇതിന് വേണേൽ ആദ്യത്തെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് വേണേൽ പറയാം. നമുക്ക് ജസ്റ്റ് കാണാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇച്ചിരി സൈഡിലോട്ട് തള്ളി പണിത് വെച്ചിട്ടുള്ള സ്ഥലമാണിത്. നമ്മളീ നടന്ന് കയറി വരുമ്പോഴത്തേക്കും അപ്പോൾ ഇവിടെ നിന്നൊരു ചെറിയ വ്യൂ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ട് കയറി പോകുന്തോറും കൂടിക്കൂടി വരും. നല്ല രസമാണ്. അപ്പോൾ നമ്മളിവിടെ അന്വേഷിച്ചപ്പോഴത്തേക്കും ശരിക്കും എൻ്റെ ടോപ്പിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 5 ജില്ല ഇവിടെ നിന്ന് കാണാൻ പറ്റും. ഒന്ന് കോട്ടയം, ഒന്ന് എറണാകുളം, പത്തനംതിട്ട, ആലപ്പുഴ, ഇടുക്കി, ഇത്രയും ജില്ല കാണാൻ പറ്റുമെന്നാണ് അവർ പറഞ്ഞത്. അടിപൊളി വ്യൂ ഉണ്ട്. ആ മരത്തിൻ്റെ ഇടയിൽ കൂടെ സൂര്യൻ്റെ അസ്തമയം അടിപൊളിയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ ഇത്. എല്ലാവർക്കും സംശയമാക്കി എറണാകുളം ജില്ലയിൽ ഇങ്ങനെ ഇത്ര അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം അല്ലെങ്കിൽ ഒരു മല എറണാകുളത്ത് ഉണ്ടോയെന്നൊക്കെ പലർക്കും സംശയമാണ്. പക്ഷേ കോട്ടയം ജില്ലയുടെ അതിർത്തിയാണെന്ന് വേണേൽ പറയാത്. ഇലഞ്ഞി എന്ന് പറയും സ്ഥലം. ഇലഞ്ഞി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ കൂരിമല എന്ന് പറയുന്ന സ്ഥലം ഉള്ളത്. ഇപ്പോൾ ഈ ടൂറിസ്റ്റ് പ്ലേസ് ആക്കിയിട്ട് ഒരുപാട് നാളൊന്നും ആയില്ല ഇവിടെ. പണ്ടൊന്നും ഇത്ര ആൾക്കാരങ്ങനെ വരാനൊന്നും ഇല്ലായിരുന്നു. ഇപ്പം നല്ലതായിട്ട് രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഏകദേശം ഇതിൻ്റെ മുകളിൽ ടോപ്പിലെത്തേക്കുവാണ്. ഇവിടെ നല്ലൊരു അടിപൊളിയായിട്ടൊരു നമുക്കിതിനെ കാണാനും ഇരിക്കാനൊക്കെ ഉള്ള സ്ഥലം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നല്ല രസമാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കയറി നോക്കി കഴിയുമ്പോൾ നല്ലൊരു വ്യൂ ആണ് കിട്ടണത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആൾക്കാർക്ക് ഇരിക്കാനൊക്കെ ഉള്ളൊരു നല്ല സൗകര്യമുണ്ട്. ഒരു വീട് പോലെ നന്നായിട്ട് പണിത് നല്ലൊരു രസമാണ് ഇവിടെ ഇരിക്കാനുണ്ട്.
ഇവിടെ നമുക്ക് അത്ര മലയായതുകൊണ്ട് കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് ഫസ്റ്റിലെ ഇവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യുന്ന ശേഷം മുകളിലോട്ട് കയറാനായിരിക്കും എപ്പോഴും നല്ലത്. ഇനി ഇതിൻ്റെ മുകളിൽ ആ കെട്ടിടത്തിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ ഫുള്ള് നമുക്ക് കാണാൻ സാധിക്കും. അതൊരു 3 കെട്ടിടത്ത് അത്രയും പൊക്കമുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതിലും 2 ഇതായിട്ട് വരുന്നുണ്ട് വ്യൂ. ഒന്ന് താഴത്തെ ഒരു നില കയറി കഴിയുമ്പോഴത്തേക്ക് ഒരു വ്യൂ, അത് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഒരെണ്ണം, പിന്നെ ടോപ്പിൽ അങ്ങനെയാണ് വരുന്നത്. അപ്പം ഇവിടെ നിന്ന് സൂര്യൻ നോക്കിയാൽ എന്നെ അടിപൊളിയാന്ന് നോക്കിയാൽ എല്ലാവർക്കും വരാൻ പറ്റിയൊരു സ്ഥലം കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. Don't want to mislead, this is all you need. Be your everything, yeah, I'll be your everything. Still too soon to feel, please just say it's real. More than just a thrill, not just in it for the thrill. I'm in it for the love, cause love it needs to touch it. You're pressing on my buttons, babe, let me tell you something. I'm in it for the love, cause love it needs to touch it. You're pressing on my buttons, babe, let me tell you something. I'm in it for the love. 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 നമ്മളിപ്പോൾ കൂരിമേലെ ടവറിൻ്റെ പൊക്കത്തിലെത്തിയേക്കാണ്. ഇവിടെ നിന്നുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അടിപൊളിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല ഒരു 5 ജില്ല കാണാൻ പറ്റുന്നു. അപ്പോൾ ഈ ടവറിൻ്റെ പൊക്കത്ത് നിന്നുകൊണ്ട് നമുക്ക് കാണാൻ പറ്റും. കറക്റ്റ് ഈ പറഞ്ഞ 5 ജില്ല. അങ്ങനെ ഈ ഒരു യാത്ര അവസാനിക്കുകയാണ്. യാത്രകൾ ഇനിയും തുടരും. കൂരിമേലിലെ വിശേഷങ്ങൾ അവസാനിക്കുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബറൊക്കെ നമുക്ക് വളരെ കുറവാണ്. നമ്മളൊരു ചാനൽ തുടങ്ങിയിട്ട് ഇതിപ്പോൾ വെറും 2ാമത്തെ വീഡിയോ ആണ് ഇടുന്നത്. ഇതിന് മുന്നേ ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ വീഡിയോ എടുത്ത് നമ്മൾ ഇട്ടിട്ടില്ല. അപ്പം അങ്ങനെ ഒരു താല്പര്യത്തിൻ്റെ പുറത്താണ് നമ്മൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തേക്കണേ. ഇനി അങ്ങോട്ടുള്ള യാത്രകളെല്ലാം നമ്മൾ വീഡിയോ ഇതുപോലെ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കമൻറ്റുകൾ രേഖപ്പെടുത്തുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ളൊരു നല്ലൊരു യാത്രാനുഭവമായിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.